ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാദിയ കേരളത്തിന്റെ പുറത്ത് നടത്തുന്ന മദ്രസകളുടെ ഒരു പിരിവാണ്. നമ്മളെ കുട്ടികൾക്ക് ഇപ്പം ഒന്ന് നിസ്കരിക്കാനും നോമ്പെടുക്കാനും തറാബി നിസ്കരിക്കാനും അറിയേണ്ടത് മദ്രസകളുണ്ടാകും. കേരളത്തിന്റെ പുറത്ത് ആന്ധ്രയിലും ബംഗാളിലും ആസാമിലും ബീഹാറിലും അതുപോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളൊന്നും മദ്രസ എന്ന സംഗതിയേ ഇല്ല. ഒന്നും അവർക്കറിയില്ല. അള്ളാഹിനെ പറ്റി അറിയില്ല, റസൂലിനെ പറ്റി അറിയില്ല. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഇന്ത്യക്കാർ അറിയാലോ, ഒന്നും അറിയില്ല. അവിടെ മദ്രസകൾ ഉണ്ടാക്കി അൽഹംദുലില്ലാഹ് 2012 ആന്ധ്രയിൽ 26 ഗ്രാമങ്ങളിൽ ഞങ്ങൾ ആരംഭിച്ചത് ഇന്ന് 20 സംസ്ഥാനങ്ങളിലായി. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടെ 20 സംസ്ഥാനങ്ങളിലായി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം 1,53,984 വിദ്യാർത്ഥികൾക്ക് മതപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1,53,984 20 സംസ്ഥാനങ്ങളിലായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് 3,186 മദ്രസ ആന്ധ്രയിലും ബംഗാളിലും ആസാമിലും ബീഹാറിലും ഒക്കെയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സംഖ്യ, ഒരു വർഷം 7 കോടി ചെലവുണ്ട്. എല്ലാ റമദാനിലും 3-ാമത്തെ വെള്ളിയാഴ്ച നല്ല ആൾക്കാരെ മനസ്സുകൊണ്ട് അവർ നൽകുന്ന സംഭാവനയാണ് ഇതിന് വലുത്. അപ്പോൾ ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ പരാധീനതയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ഹിന്ദുക്കൾ പെരേല് ഹനുമാന്റെ ഫോട്ടോ വെച്ച് പൂജിക്കും, മുസ്ലിംകൾ പെരേലെ കാബന്റെയും മദീനത്തിന്റെ ഫോട്ടോ കണ്ട് പൂജിക്കും. അവർക്ക് നിസ്കാരമൊന്നുമില്ല. അത് എല്ലായിടത്തെ അവസ്ഥ അല്ല, പലയിടത്തെ അവസ്ഥ അങ്ങനെയാണ്. ഒരു ആന്ധ്രയിൽ പോയപ്പോൾ ആന്ധ്രയിൽ കുറച്ച് ആൾക്കാർ പറയും, ഞങ്ങൾ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എന്താ, ആന്ധ്രയെന്ന് ശബരി എക്സ്പ്രസ് ഉണ്ട്, ആന്ധ്രയെന്ന് ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിൽ വരിക ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ. ഇതാ അവിടുത്തെ അവസ്ഥ. ആന്ധ്രയുടെ മദനപ്പള്ളിക്കടുത്തൊരു ഗ്രാമം മൊത്തം ക്രിസ്ത്യാനികളായി മാറി. 1000 ആൾക്കാർ. ദീൻ പറഞ്ഞ ആളുകളില്ല. കാരണം ഇവിടുത്തെ മൂല്യമാർക്കും പണ്ഡിതന്മാർക്കും ഹിന്ദിയും ഉറുദും അത്ര വശം ഉണ്ടാവില്ല. അതായിരിക്കാം അവിടെ അത്രയും ദയനീയമാണ്. വളരെ വളരെ പരിതാപകരം. ബീഹാറിലെ ഷൗട്ടാല എന്ന സ്ഥലമുണ്ട്. അവിടെ പോയപ്പോൾ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടി യാചിക്കുക, എല്ലാവരും വേണ്ടി യാചിക്കുക, വെറും യാചന. അപ്പുറത്ത് ടൗണിൽ പോയി യാചിക്കുക, ആ പൈസ ബാങ്കിലിടുക. എന്നിട്ട് ബാങ്കിന്റെ മുമ്പിൽ വലിയ ബോർഡുണ്ട്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, ബർക്കത്തുണ്ടാകും. യാതൊരു ദീനിയായിട്ടൊന്നും അറിവില്ലാത്ത ആൾക്കാർ അവിടെ മദ്രസകൾ ഉണ്ടാക്കാന്ന് ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഭീകരന്മാരെ ചിന്തിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? നൂൽക്ക് നീ പഠിപ്പിച്ചെടുക്കാൻ ചെന്നതാ. ഞാൻ ബീഹാറിൽ കിഷൻഗഞ്ചിനടുത്ത് വളരെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന ഒരു പള്ളി കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മളെ കേരളത്തിൽ നമ്മളെ പരിചയ ആൾക്കാരെ കൊണ്ട് ഒരു 2-3 ലക്ഷമെങ്കിൽ പള്ളിയാക്കി കൊടുക്കും. വെറും ഈ വൈക്കോലുകളെ കൊണ്ട് മറച്ച പള്ളിയാണ്. മൂത്രം മണത്തിട്ട് വയ്യ, മൂത്രപ്പുരല്ല, വളരെ മോശപ്പെട്ട ആട്ടും കൂടും പോലും അങ്ങനെ ഉണ്ടാവില്ല, സംഭവം പള്ളിയാണ്. ആ പള്ളിന്റെ വീഡിയോ ആൾക്കാർ നിസ്കരിക്കണെടുത്തപ്പോൾ എൻ്റെ മൊബൈൽ തട്ടിപ്പറിച്ചു, എന്നെ ആക്രമിച്ചിട്ട് പറഞ്ഞു, അപ്പം എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കൽ ഹറാമാണ്. അതാണ് അവർ ഈമാൻ, ഫോട്ടോ എടുക്കൽ ഹറാമാണ്. അവർക്കൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കടച്ചിട്ടാണ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ് ആൾക്കാർ സഹായിച്ചു, മനോഹരമായ പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റമദാൻ നമ്മോട് വിട പറയാണ്. നമ്മളൊരു കുട്ടിക്ക് 500 റുപ്യാണ് ഒരു വർഷത്തെ പഠിപ്പിക്കാനുള്ള ചെലവ്. നമ്മളെ കൊണ്ട് കുട്ടി പഠിച്ചാൽ ആ ഹൈർ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവില്ലേ? ഒരു മദ്രസ 20,000 റുപ്യ കഴിഞ്ഞ വർഷം പരവ് ഏറ്റെടുത്തിരുന്നു. ഒരു 20,000 റുപ്യ ഒരു മദ്രസ ഏറ്റെടുക്കാം. നമ്മളെ കൊണ്ടൊരു മദ്രസ എടുത്താൽ അല്ല 20,000 റുപ്യല്ലേ ഉള്ളൂ. ഒരു ഗ്രാമം മൊത്തം ഏറ്റെടുക്കാനോ വില്ലേജിന് 50,000 റുപ്യാണ്. ചുരുങ്ങിയതൊരു കുട്ടി എന്നെ കൊണ്ട് പഠിക്കട്ടെ, 500 റുപ്യ. എവിടെ നമ്മളെ കുട്ടികൾക്ക് ദീൻ പഠിക്കണം എന്തിനുണ്ടാ? ഈ മദ്രസയിലുണ്ട്. അവിടെ മദ്രസകളില്ല. അപ്പോൾ അവർക്ക് മദ്രസ പഠിപ്പിച്ച് ഇന്ന് 3000 മദ്രസ ഉണ്ടാക്കി അതിനൊക്കെയുള്ള പിരിവാണ്. അതുകൊണ്ട് ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരും ഇന്ന് വിട്ടു നിൽക്കരുത്. മനസ്സറിഞ്ഞിട്ട് 500-1000 ഒക്കെ കൊടുക്കുക. ഇനി ഈ കീശയിൽ കാശില്ലെങ്കിൽ ഗൂഗിൾ പേ വയ്ക്കോ മറ്റൊക്കെ സഹകരിക്കണം. പ്രത്യേകം ഉണർത്തണം. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ആരും വിട്ടു നിൽക്കരുത്. കഴിഞ്ഞ പറഞ്ഞത് കാരണം ഈ സഹായം കൊണ്ടാണ് അവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നതും അവിടുത്തെ ദീനിയായ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആസാമിലും ബംഗാളും ഒക്കെ ക്യാമ്പസുകളുണ്ട്. ദാറുൽ വർഷം ഒരു മാസം 2.5 കോടി 3 കോടി ചെലവാണ്. വേറെ വരുമാനമില്ല. ഈ സഹായങ്ങളെ കൊണ്ട് ദാറുൽ ഹാദിയക്കും വേണ്ടിയുള്ള ഒരു പിരിവാണ്. 2 ടീമിന് ദാറുൽ ഹാദിയക്കും വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ്. സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.